മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് കഴിഞ്ഞില്ലേ ഇതുവരെ? ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ശരിയടാ, ഫോണിന് പഴയ ക്ലാരിറ്റി ഒന്നുമില്ല, ഫോളോവേഴ്സും കയറുന്നില്ല. ക്രിക്കറ്റിന്റെ കാര്യമാണ് പറഞ്ഞു മണ്ട. അതിന് ക്രിക്കറ്റിന് എന്തോ പറ്റി? നമ്മൾ സ്ഥിരമായിട്ട് ബെറ്റ് വെക്കുന്നു, കളിക്കുന്നു, തോക്കുന്നു. റിപ്പീറ്റ്. നിർത്തടാ. എടാ എൻ്റെ അമ്മ എനിക്ക് പാല് മേടിക്കാൻ തന്ന പൈസ അമ്മമാർ കൊണ്ടുപോയി കേട്ടോ. അതിനമ്മമാർ കട്ടോണ്ട് പോയൊന്നും അല്ലല്ലോ, അന്തസ്സായിട്ട് കളിച്ച് ജയിച്ചു കൊണ്ടുപോയല്ലേ. എടാ നിനക്കിത് പറയാൻ ഉളുപ്പുണ്ടോടാ? നിന്റെയും കൂടി പൈസ ഞാനല്ലേ ഇട്ടിരിക്കുന്നേ. അതുകൊണ്ടല്ലോടാ ഞാൻ അത്ര കൂളായിട്ടിരിക്കുന്നത്. എടാ നിന്നൊക്കെ വിശ്വസിച്ച് ബെറ്റ് വെച്ച് കളിച്ച് എന്നെ വേണം പറയാം. എന്നെ എടാ നിന്നെ വിശ്വസിച്ച് നിന്റെ പാല് മേടിക്കാൻ അമ്മ പൈസ ഒന്നും ഇടുന്നില്ലേ? അത്രയൊന്നും ഇല്ലല്ലോ. എന്താടാ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ പെങ്ങന്മാർക്ക് എന്നെ അത്ര വിശ്വാസം അതുകൊണ്ടാ. എടാ 22 വയസ്സ് കഴിഞ്ഞ് ജോലി ഇട്ടായിരിക്കുന്നു ഒരാളെയും ഒരച്ഛനും അമ്മയ്ക്ക് വിശ്വാസം കാണത്തില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? എൻ്റെ അമ്മ എൻ്റെ പാല് പിടിക്കാൻ പൈസ ഒന്നും ഇടാറില്ലല്ലോ. അപ്പുറത്തെ അഭിയത്തിൻ്റെ കൊടുത്തോളൂ. അതെന്ത് ട്രസ്റ്റാടാ. അവന് ജോലിയുണ്ട്, സർക്കാർ ജോലി. ഏത് നമ്മുടെ അഭിയത്താ? എടാ പണ്ട് അവൻ +2 എൻ്റെ നോക്കി കോപ്പി അടിച്ചല്ലേ പാസ്സായത്. അവൻ എന്ത് നീ +2 പാസ്സായിരുന്നു? അത് ഞാൻ എടുത്തില്ലയോ? അതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ ഉദ്ദേശിച്ചത് അവൻ എങ്ങനെ PSC ടെസ്റ്റ് എഴുതി പാസ്സായി സർക്കാർ ജോലി കിട്ടി. നമ്മൾ രണ്ടിനും ഇല്ലാത്ത ഒന്നവനുണ്ട്. എന്തുവാ? ബുദ്ധി. എടാ അവൻ എയ്സിലല്ലേ പഠിച്ചത്? എയ്സാ? എടാ കേരളത്തിലെ ഏറ്റവും മികച്ച മത്സര പരിശീലന കേന്ദ്രമാണ് എയ്സ്. അവിടെ പോയാൽ നമുക്ക് കിട്ടും വളരെ സിമ്പിളായിട്ട് സർക്കാർ ജോലി. ഇനിയിപ്പോൾ ജോലിയൊക്കെ കിട്ടി പണിയെടുത്ത് നമുക്ക് പറ്റാത്ത പണിയാണ് കഴിയേ. നിങ്ങൾക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ലടാ. എന്നാൽ നമുക്ക് ഇൻഫ്ലുവൻസർ ആവാം. അങ്ങനെ വല്ല എളുപ്പമുള്ള പണി നോക്കുമ്പോൾ. എടാ നിന്റെ കളി ഭയങ്കര മോശം കേട്ടോ. നീ മുടി വെട്ടിക്കളാം, നിനക്ക് ബോൾ വരുന്നത് കാണാൻ പറ്റാച്ചില്ല. അടിക്കാൻ കറക്കി വിടും കേട്ടാ. എപ്പോൾ നോക്കില്ല എന്നെ കളിയാക്കാൻ വന്നി ഇനി. എടാ അപ്പിയില്ലേ കൂടെ ആരാടാ? എൻ്റെ കീർത്തന. നിന്റെ കീർത്തന. ഈ കോലത്തിൽ അവള് കണ്ട നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അത് ശരിയാ. ശരിക്കും നമ്മളെ എയ്സിലെ ഫാക്കൽറ്റീസ് എല്ലാം എന്ത് നല്ലതല്ലേ? സത്യം, നന്നായിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് അവര്. അടിപൊളി സെഷൻസ് അവരുടെയൊക്കെ. എടാ അതാ ചെക്കനല്ലേ ജോമോൻ? അതെ, ബേസിലും ഉണ്ട്. ഇവരെന്താ ഈ കോലത്തില്? എന്തായി അബി ഇന്ന് പണിയൊന്നുമില്ലേ? ഇല്ലടാ, ഞാനിപ്പോൾ ലീവില്ല. ഒരു ബെറ്റർ എക്സാം വരുന്നുണ്ട്, അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അവന് കിട്ടിയൊന്നും പോരാ. അവൻ ഇനി എക്സാം എഴുതാൻ നടക്കുക മുടുക്ക്. നമ്മൾ വിചാരിച്ചാലും ഈസി ആയിട്ട് ലിസ്റ്റിലൊക്കെ കയറാൻ പറ്റില്ലേ? പിന്നെ അതെ പരീക്ഷ കഴിഞ്ഞ മാർക്ക് ലിസ്റ്റ് പോലും പേര് വേറെ മാർക്ക് ഇല്ലാത്തവനാ. എടാ നീ മമ്മിക്ക് പാല് മേടിച്ചു കൊടുത്തായിരുന്നു? മേടിച്ചു കൊടുത്തോടാ. വാങ്ങിച്ചു. അന്ന് നിനക്ക് പാല് മേടിച്ചാ? മോളെ എനിക്കിവിടെ മാച്ച് കാരണം നിന്ന് ഇരിയുള്ള സമയമില്ല, മനസ്സിലായില്ലേ? അത് മാത്രമല്ല ഞാനില്ലെങ്കിൽ ഈ ബേസിൽ ടീം വെറും പാഴ അല്ലേ? അതെ അതുകൊണ്ട് മമ്മി ഇതേപോലെ ചിന്ന കാര്യങ്ങൾ ഇവനെ ഏൽപ്പിക്കും അല്ലേടാ? അതവന് പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. PSC എഴുതിയെടുത്ത് കിട്ടുന്ന ജോലിയല്ലേ. നമ്മളിതൊക്കെ പണ്ടേ വിട്ടതാ. ഇവർ രണ്ടും നല്ല പ്ലേയേഴ്സാ, ക്രിക്കറ്റ് പ്ലേയേഴ്സ്. ആണോ? എങ്കിൽ ഈ ക്രിക്കറ്റ് ബാറ്റ് ഏത് തടി കൊണ്ടാ ഉണ്ടാക്കുന്നേ? വട്ടയില്ലടാ. അത് ഈ നമ്മളെ ഈ കളിയുടെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് തടികളൊക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? അതെ മടല്, തെങ്ങിൻ്റെ തടി, പിന്നെ നല്ല വണ്ണത്തിലൊക്കെ കിട്ടാൻ വേണ്ടി മാണിയൊക്കെ യൂസ് ചെയ്യും ഇല്ലടാ? അതെ യൂസ് ചെയ്യും. ഞാൻ ചോദിച്ചതേ ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ബാറ്റ് ഏത് തടി കൊണ്ട് ഉണ്ടാക്കുന്നേന്ന്. എൻ്റെ കണ്ണി പൊടിയോ ഇവിടെ ഇല്ലടാ. ശരി അത് പോട്ടെ, ഇതിൽ ആരാ നന്നായിട്ട് ബോൾ എറിയുന്നേ? ബോളിന്റെ ഭാരം എത്രയാ? അത് ഈ കൈ ഇങ്ങനെ ഇടയ്ക്കൊന്ന് സ്ലിപ്പാകാൻ തുടങ്ങിയായിരുന്നു. അതിനുശേഷം ഞാൻ എറിയാറില്ല. ഈ പട്ടിത്രോയ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇവനാ നന്നായിട്ട് ബോൾ എറിയുന്നത്. ഇവ എറിയും ഇല്ലടാ? നീ തന്നെ. അതെ ഞാനാണ് ടീമിലെ വലിയ ബോളർ. ഈ ബോളിൻ്റെ ഭാരം എന്നൊക്കെ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്റ്റെമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിരുന്ന് 2 ഉപ്പെല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാരം ഉണ്ടാവും അവിടെ ബോളിന്? 150. ഓപ്ഷൻ ചോദിച്ചാലോ? ആരെടുത്തു? അല്ല അതൊക്കെ പോട്ടെ. നിങ്ങൾ AC-ന്ന് വരണ വഴിയല്ലേ? അതെ. അബി പെട്ടെന്ന് കുട്ടിയെ കൊണ്ടുപോക്കുള്ളൂ, ഭയങ്കര ചൂട്, ടാനടിക്കും. ശരി എന്നാ ബൈ. ഓക്കെ എന്നാ. ബേസിലേ നമ്മൾ ഭൂമിക്ക് ഭാരമാവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്.
നമ്മളൊരു പാഴാണോടാ?